ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമുക്കൊരു ചെറിയ പെരുന്നാൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആവാം. ഇതിടുമ്പോ അത്യാവശ്യം നല്ല രീതിക്ക് വൈകും. ഇതിപ്പോ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് അടുത്ത ചെറിയ പെരുന്നാളാകാൻ പോകുകയാണ്. നല്ല രീതിക്ക് വൈകിട്ടുണ്ട് ഈ വീഡിയോ ഇടാനായിട്ട്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ. രാവിലെ നേരത്തെ എണീച്ച പാടെ ഞാൻ നോക്കിയിട്ട് എന്റെ മൈലാഞ്ചി ഒക്കെ ചുമന്നിട്ടുണ്ടോന്നാണ്. അത്യാവശ്യം ഏകദേശം ചുമന്നിട്ടുണ്ട്. ഞാൻ ഓർഗാനിക് ഹെനയാണ് ഇട്ടത്, അതുകൊണ്ട് സമയം പിടിക്കും കേട്ടോ ഗൈസ് ചുമക്കാനായിട്ട്. പിന്നെ ഒന്നും നോക്കില്ല, വേഗം പോയി പല്ലേച്ച് കുളിച്ചു. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വിചാരിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നല്ല അടിപൊളി പത്തിരിയും ബീഫ് കറി ആയിരുന്നു. ബീഫ് കറിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എരിവുണ്ടായിരുന്നു. എന്തായാലും കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് പത്തിരിയും ഇറച്ചിക്കറിയും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് പെരുന്നാൾ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, പെരുന്നാൾ പൈസ എന്റെ മണി ബാങ്കിലേക്ക് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. 1 ലാഖിന്റെ മണി ബാഗ് ആണ്. ഏകദേശം അവരുടേക്കായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പൈസ ഇതിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ 50 രൂപ കിട്ടിയിട്ടുണ്ട്. ആ 50 രൂപ ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്പർ വെട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന മേക്കിംഗ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് വേഗം റെഡി ആവാന്ന് വിചാരിച്ചു. നമ്മൾ പെരുന്നാളൊക്കെ ആയിട്ട് ഒരുങ്ങണമല്ലോ. അങ്ങനെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ റെഡി ഒക്കെ ആയി. ആദ്യം തന്നെ വേഗം മേക്കപ്പ് ഇട്ടിട്ടാണ് ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത്. അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തത് അത്യാവശ്യം സമയം വൈകിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് നമുക്ക് ഫുഡ് നമ്മുടെ തറവാട്ടിലാണ്. അപ്പോൾ പോകാൻ സമയമാണ് വരെ ഞാൻ ഫോണിൽ കളിക്കുകയാണ്. അങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ലക്ഷ്മി ചേച്ചിയുടെ ഈ വീഡിയോ കാണുന്നത്. എനിക്ക് ലക്ഷ്മി ചേച്ചിയുടെ ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ലക്ഷ്മി ചേച്ചിയുടെ വീഡിയോ കാണാറുണ്ടോന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ ആണ് ലക്ഷ്മി ചേച്ചിയും. അങ്ങനെ ചേച്ചിയുടെ വീഡിയോസ് കണ്ടു. അങ്ങനെ കുറച്ചധികം വീഡിയോസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇരുന്ന് കാണായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ഫുഡ് കഴിക്കണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു. കുഴിമന്തി ആയിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ കുഴിമന്തി ഒക്കെ കഴിച്ച് ആകെ ക്ഷീണിച്ച് അവശ്യതായിരിക്കാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഐസ്ക്രീം കഴിക്കണം ഗൈസ്. അങ്ങനെ ഒരു 3-4 ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. ഐസ്ക്രീം ഞാൻ ഫോണും കണ്ടുകൊണ്ടാണ് കഴിക്കലും. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ ഉമ്മയുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ഗൈസ്. വന്നിട്ട് അവിടെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് കറങ്ങാനൊക്കെ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഞാനിവിടെ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ മന്നത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഇനി മന്നത്ത് എത്തിയതിനു ശേഷം ഞങ്ങളൊരു പ്ലാൻ ഇട്ടു. എന്നാ പിന്നെ നമുക്ക് സയൻസ് പാർക്കിൽ പോകാന്ന്. ഞങ്ങൾ 3 പേരും നേരത്തെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ റെഡി ആവാനായിട്ട് പോയേക്കാണ് ഗൈസ്. നമ്മൾ വൻ ബോറടിയിലാണ് 3 പേരും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ സയൻസ് പാർക്കിലേക്ക് പോകാണ് ഗൈസ്. അങ്ങനെ സയൻസ് പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇനി കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറണം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എന്നാൽ ഓവർ തിരക്കില്ല, കുറച്ച് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. ചെന്നപാട് ഞങ്ങൾ ഫുള്ളും ചുറ്റിക്കറങ്ങിയതിന് ശേഷം കുറച്ചു നേരം പാർക്ക് കണ്ടാ പിന്നെ വയസ്സൊന്നും നോക്കൂല, എല്ലാ റൈഡിലും കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങള്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ പെരുന്നാൾ പ്രമാണിച്ച് കുറച്ചധികം ഫോട്ടോഷൂട്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇരുട്ടാണെങ്കിലും അത്യാവശ്യം വെട്ടത്ത് നിന്ന് ഞങ്ങൾ കുറച്ചധികം ഫോട്ടോസ് എടുത്തതിന് ശേഷമാണ് കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും ചെന്ന് ഞങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ പിന്നെ വീണ്ടും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നത്, വാട്ടർ ഡാൻസ് സ്റ്റാർട്ട് ആവാൻ പോകാണെന്നും. അങ്ങനെ ഓടിച്ചെന്ന് ഞങ്ങൾ സ്ഥലമൊക്കെ പിടിച്ച് അങ്ങനെ വാട്ടർ ഡാൻസ് കണ്ടു. അടിപൊളിയായിരുന്നു. അങ്ങനെ വാട്ടർ ഡാൻസ് ഒക്കെ കണ്ട് കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഇറങ്ങാന്ന് വിചാരിച്ചു. ഇറങ്ങണ വഴിയാണെങ്കിൽ ഞങ്ങൾ ഒരു കുതിരേനെ കണ്ടു. അങ്ങനെ കുതിരയുടെ ഒപ്പം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് കുതിരേനെ തൊടാനായിട്ട്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഐസ്ക്രീം കഴിക്കാൻ കയറി. ഞാൻ സെലക്ട് ചെയ്തത് സ്ട്രോബെറി ആണ്. എന്നും എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം സ്ട്രോബെറി ആണ് കേട്ടോ ഗൈസ്. എവിടെ ചെന്നാലും സ്ട്രോബെറി ആണ് ഞാൻ കഴിക്കല്. പിന്നെ ഒന്നും നോക്കിയില്ല, സയൻസ് പാർക്കിന്റെ അടുത്ത് ടാറ്റാ ബൈ ബൈ സീ യു പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.